ഇനി ഇതിനിടയിലൊക്കെ ചില രക്ഷാപ്രവർത്തനത്തിന്റെ ദൃശ്യങ്ങളൊക്കെ നമുക്ക് മുന്നിലേക്ക് വരുന്നുണ്ടായിരുന്നു. അതിലിപ്പോൾ അപ്പർ കുട്ടനാട്ടിൽ നിന്നുള്ള ഒരു വിവരം. അപ്പർ കുട്ടനാട് മേഖലയിൽ വെള്ളം കയറിയ വീട്ടിൽ നിന്ന് രോഗിയെ പോലീസ് ജീപ്പിൽ രക്ഷിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ ദൃശ്യങ്ങളാണിത്. അപ്പർ കുട്ടനാട് മേഖലയിൽ നിന്നുള്ള ഒരു ദൃശ്യമാണ്, രക്ഷാപ്രവർത്തനത്തിന്റെ ദൃശ്യമാണ്. അവിടെയൊക്കെ തന്നെയും പലയിടങ്ങളിലും ഈ മഴക്കെടുതികളുണ്ട്. അപ്പോൾ വീട്ടിൽ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. ആ വീട്ടിലെ രോഗി, അദ്ദേഹത്തെയാണ് ഇപ്പോൾ പോലീസ് ജീപ്പിലേക്ക് മാറ്റുന്നതും അവിടെ നിന്നും രക്ഷിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ പലയിടങ്ങളിലും. ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിലായാലും ഇന്ന് രാവിലെ കോഴിക്കോട് നിന്നും പോലും നമ്മളിങ്ങനെ ആൾക്കാരെ മാറ്റുന്നത് കണ്ടതാണ്. അപ്പോൾ രോഗികളൊക്കെയുള്ള വീടുകളൊക്കെ ഉണ്ടായിരിക്കും. അവിടെ ഇങ്ങനെ മറ്റാൾക്കാരുടെ സഹായത്തോടു കൂടി നേരിട്ട് എന്നൊക്കെ രക്ഷിക്കേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകും. അതേപോലെ ഒരു ദൃശ്യമാണിപ്പോൾ അപ്പർ കുട്ടനാട് മേഖലയിൽ നിന്നും കാണുന്നത്. രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രഘു, പറയൂ. എടത്വ പോലീസ് സ്റ്റേഷനിലെ ഗൂർഖ ജീപ്പാണിത്. വെള്ളക്കെട്ടിലൂടെയൊക്കെ പോകാൻ പറ്റുന്ന ഒരു കഴിയുന്ന വാഹനമാണ്. വലിയ വെള്ളമായിരുന്നു അവിടെ. മുട്ടറ്റമേലി വെള്ളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് എവിടെ തോടെ ആരെവിടെ നിന്ന് അറിയാൻ പറ്റത്തില്ല. അതായത് അതുപോലൊക്കെ വെള്ളം കയറിക്കൊണ്ട് ഇച്ചിരി പാടായിരുന്നു. നമ്മൾ അതുപോലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഈ സൈഡ് കയറിയാണ് പൊക്കോട്ടുന്നത്. റിസ്ക് ആയിട്ട് എടുത്തോണ്ട് പോയാണ്. അപ്പം ഞാൻ SI ആണ്. അപ്പൊ ആ പാടായോണ്ട് ഞാൻ എടുത്തത് പുള്ളിക്കൊരു ഇത് കാരണം ഞാൻ തന്നെ കയറി എടുത്തതാണ് ഡ്രൈവ് ചെയ്യാനായിട്ട്. മാതൃകാപരമായ പ്രവർത്തനം. കാരണം SI തന്നെ വാഹനം ഓടിച്ചു പോയി രോഗിയെ രക്ഷപ്പെടുത്തുന്നത്. കാരണം നമുക്ക് ആ വഴി കാണിച്ചാൽ മാത്രമേ അത് എത്രത്തോളം റിസ്ക് ഉണ്ടായിരുന്ന ഒരു ജോലിയായിരുന്നു എന്ന് മനസ്സിലാകുന്നത്. കാരണം ഇത് പമ്പയാറാണ്. പമ്പയാറ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ആർത്തലച്ച് കുത്തി ഒഴുകുകയാണ്. വലിയ ഒഴുക്കാണ്. ആ പമ്പയാറിൻ്റെ വശത്തൂടെയുള്ള ഒരു ചെറിയ റോഡ്, ഒരു 3-4 മീറ്റർ വീതിയുള്ളൊരു റോഡിലൂടെ മുട്ടിന് മുകളിൽ വെള്ളമുണ്ട്. കാരണം റോഡ് ഏതാ എന്ന് അറിയാൻ പറ്റത്തില്ല. ഒരു 100 കുടുംബമുണ്ട് ഇവിടെ. തലവടി പഞ്ചായത്തിലെ 7ാം വാർഡിൻ്റെ ഭാഗമായിട്ടുള്ള വീടുകളാണ്. അവിടെ ധാരാളം ആളുകളുണ്ട്. ചില വീടുകളിലൊക്കെ വെള്ളം കയറി ആളുകളൊക്കെ ഒഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നാലും കുറച്ചധികം ആളുകൾ അവിടെ താമസിക്കുന്നുണ്ട്. അങ്ങനെ ആ വീട്ടിലുണ്ടായിരുന്ന ഒരാൾക്കാണ് നെഞ്ചത്ത് വേദന ഉണ്ടായത്. വേഗം തന്നെ വിവരം പഞ്ചായത്തിനെ അറിയിക്കുകയായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് എന്നോടൊപ്പം. അവിടെ ഇനിയും ആളുകളൊക്കെ ഉണ്ടോ? ആളുകളെ ക്യാമ്പിലേക്ക് എത്തിക്കാനുണ്ട്. പല കാര്യത്തിലായിട്ട് ക്യാമ്പിലേക്ക് 5-6 വീട്ടുകാരെ ഇപ്പോൾ ഉടനെ തന്നെ കൊണ്ടുവരും. ക്യാമ്പിലേക്ക് എത്തിക്കും. നമ്മൾ എങ്ങനെ കൊണ്ടുപോകരെ? അത് നമുക്ക് ഈ ആംബുലൻസ് ഇപ്പം തിരിച്ചു വരും. ഈ ആംബുലൻസിൽ തന്നെ കയറ്റി കൊണ്ടുണ്ട് ക്യാമ്പിലേക്ക്. ഇല്ല, വേറെ വാഹനമില്ല. ഈ ആംബുലൻസ് പഞ്ചായത്തിന്റെ വാഹനമാണ്. പഞ്ചായത്തിന്റെ വാഹനമാണ്. അതേലാണ് കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെ ആളുകളെയൊക്കെ മാറ്റാനുള്ളൊരു ഈ തലവടി പഞ്ചായത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ ചിലയിടങ്ങളിലൊക്കെ സാരമായ രീതിയിലുള്ള വെള്ളം കയറിയിട്ടുണ്ട്. 2 ക്യാമ്പുകൾ ഇവിടെ തന്നെ തലവടി പഞ്ചായത്തിലെ 2 ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നാട്ടുകാരെല്ലാം പൊതുവെ നമ്മൾ പ്രളയകാലത്ത് കണ്ടതാണ്, മനുഷ്യർ തമ്മിലുള്ള ഒരു ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ. അതായത് ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ മനുഷ്യരെല്ലാം ഒന്നിക്കുകയും അവരുടെ ഇപ്പം ആ വാഹനം ഓടിച്ചത് SI ആണ്. അദ്ദേഹത്തിന് ആ വാഹനം ഓടിക്കേണ്ട ഒരു കാര്യവുമില്ല. പക്ഷേ ആളുകളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ആ അവസരത്തിൽ മനുഷ്യത്വത്തോടു കൂടി പെരുമാറുക എന്നുള്ളതാണ്. ഇതുപോലെയൊക്കെയുള്ള ഒരുപാട് കാഴ്ചകൾ, അതിജീവനത്തിൻ്റെയും ഒക്കെ തന്നെ പരസ്പര സഹായത്തിൻ്റെയും ഒക്കെ ഒരുപാട് കാഴ്ചകൾ ഇതുപോലെയുള്ള ദുരന്ത ഭൂമിയിൽ നിന്ന് നമുക്ക് ധാരാളം കാണാൻ വേണ്ടി സാധിക്കും. നിലവിൽ കുട്ടനാടിനെ സംബന്ധിച്ചിടത്തോളം ഈ കിഴക്കൻ വെള്ളമൊക്കെ ഈ പമ്പയാറിലൂടെ നമുക്ക് കാണാം. ഈ റാന്നി അല്ലെങ്കിൽ അങ്ങനെ ആറന്മുളയിൽ നിന്നൊക്കെ കൂടെ വരുന്ന വെള്ളമാണ്. അതിങ്ങനെ കുട്ടനാട്ടിലൂടെ കടന്ന് വേണം കടലിലേക്കും കായലിലേക്കും ഒക്കെ പോകാൻ. അപ്പോൾ ഈ കിഴക്കൻ വെള്ളം വരുമ്പോഴാണ് അപ്പർ കുട്ടനാട് മേഖല മുങ്ങുന്നത്. നിലവിൽ അങ്ങനെ ഒരു വലിയ പ്രളയത്തിൻ്റെയോ വെള്ളപ്പൊക്കത്തിൻ്റെയോ സാധ്യതയില്ല. എന്നാലും താഴ്ന്ന പ്രദേശങ്ങളിലേക്കൊക്കെ വെള്ളം കയറുന്നുണ്ട്. കാരണം ഈ അത്ര വലിയൊരു വെള്ളപ്പൊക്കം ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്ന് പറയുന്നത്. നിലവിൽ കുട്ടനാട്ടിലെ പാടശേഖരങ്ങളിലൊന്നും വലിയ വെള്ളക്കെട്ടുകളില്ല. പാടശേഖരങ്ങളിലേക്ക് വെള്ളം നിറയും. ഒപ്പം തന്നെ തണ്ണീർമുക്കം ബണ്ടും തോട്ടപ്പള്ളി സ്പിൽവേയും ഒക്കെ തുറന്നിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് പരമാവധി വേഗതയിൽ കടലിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെയുള്ള സാധ്യതകളാണ്. എന്തായാലും അവിടെ നടന്ന ഒരു രക്ഷാപ്രവർത്തനത്തിന് ഒരു വിവരം. അതിനിടയിൽ തന്നെ ആ പ്രദേശത്തെ സ്ഥിതി രഘു കാണിക്കുന്നുണ്ടായിരുന്നു.